അതിനകത്ത് വിഷയങ്ങൾക്കകത്ത് അതായത് ഈ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ പൊതുവെ പാലിക്കേണ്ടുന്ന ഒരു ബേസിക്സ് ഉണ്ട്. നമ്മുടെ രാജ്യത്തെ ബ്യൂറോക്രസിയും ലെജിസ്ലേച്ചറിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന കൃത്യമായിട്ടുള്ള ഒരു വേർതിരിവുണ്ട്. അതിനകത്ത് ബ്യൂറോക്രസിക്ക് കൊടുത്തിരിക്കുന്ന ഒരു എന്താ പറയുക ഒരു കാർഡിനൽ ഇതോസ് ഉണ്ട്. എങ്ങനെയൊക്കെയാണോ ഡെമോക്രസി, അതിനെതിരായിട്ടുള്ള സങ്കല്പങ്ങളാണ് ബ്യൂറോക്രസിയിൽ പറയുന്നത്. ഇപ്പോൾ ഡെമോക്രസിയിൽ എലക്ഷനാണ്, ബ്യൂറോക്രസി അതിന് നേർവിപരീതമായ സെലക്ഷനാണ്. ഡെമോക്രസി ഇക്വാലിറ്റിയാണ്, ബ്യൂറോക്രസി ഭയങ്കരമായ ഹയറാർക്കിയിൽ അധിഷ്ഠിതമാണ്. എന്തുകൊണ്ടാണ് ഇതിനെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ സെപ്പറേഷൻ വേണമെന്ന്. ഇപ്പം ഞാനും നിങ്ങൾ ഉണ്ടാക്കിയതല്ലല്ലോ ഈ വ്യവസ്ഥകൾ. ഇതുണ്ടാക്കിയ ആളുകൾക്ക് കൃത്യമായി ഇതിനകത്തൊരു വേർതിരിവ് ഉണ്ടാകണമെന്ന് പറയുന്നുണ്ട്. ഞാൻ ഈ വിഷയത്തിൽ മാത്രമായി പറയുന്നില്ല. ചില സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്കെങ്കിലും അവരെന്താണ് ചെയ്യേണ്ടതിനെ പറ്റിയിട്ടൊരു ധാരണക്കുറവ് ഉള്ളതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് പലപ്പോഴും. ചില ആളുകളുടെയൊക്കെ സോഷ്യൽ മീഡിയ ഇടപെടലുകളൊക്കെ കാണുമ്പോൾ ഞാൻ പൂർത്തീകരിക്കാം. ചില ആളുകളുടെയൊക്കെ സോഷ്യൽ മീഡിയ എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത്. ചില സോഷ്യൽ മീഡിയ പുലികളുടെയൊക്കെ ഓഫീസിൽ പോയി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഫയലുകളൊന്നും നീങ്ങാറില്ല. കാരണം അവർ വേറൊരു സമാന്തര ലോകത്താണ്. എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത് കേട്ടോ. വളരെ നന്നായി ജോലി ചെയ്യുന്ന നിരവധി ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഇപ്പം നമ്മുടെ ജില്ലയിൽ തന്നെ ഉണ്ടല്ലോ നിരവധി ഉദ്യോഗസ്ഥന്മാരുണ്ട്. പക്ഷെ ചിലർക്കെങ്കിലും ഈ ഹൈപ്പിൽ അട്രാക്റ്റഡ് ആയിട്ട് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ട് വേറൊരു ലോകത്തേക്ക് പോകുന്ന കുറച്ച് ആളുകളുണ്ട്. അപ്പോൾ അവർ ഈ കർദിനൽ ഇതോസ് കൃത്യമായി പാലിക്കാൻ അവർക്ക് ബാധ്യതയുണ്ട്. ഒരു കാര്യം മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ പ്രൈസിങ് നോട്ട്സ് അല്ല ആവശ്യം, ഫയൽ നോട്ട്സ് ആണ് ആവശ്യം. പ്രൈസിങ് നോട്ട്സ് ഒക്കെ നിർത്തിയിട്ട് ഫയൽ നോട്ട്സിലേക്ക് ദയവ് ചെയ്ത് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാർ മാറുന്നതാണ് നാടിന് നല്ലത്. ഇപ്പോൾ അവരുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ് ഒരാളെ പറ്റി നല്ലത് പറയുക എന്നുള്ളത്. ഇപ്പോൾ ഒരാൾ ജനപ്രതിനിധിയാകുമ്പോൾ പറഞ്ഞോട്ടെ, ജനപ്രതിയാകുമ്പോൾ പോലും പറയാൻ പാടില്ല. എന്തിനാ പറയുന്നത്? ജനപ്രതിയാകുമ്പോൾ അഭിനന്ദിച്ചു. ഒരു പൊളിറ്റിക്കൽ പോസ്റ്റിൽ ഒരു രാഷ്ട്രീയ പദവിയിലേക്ക് എത്തുമ്പോൾ അതെന്തിനാ അഭിനന്ദിക്കുന്നത്?